അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രിറ്റി പോളിസീസ് രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ബിബ മോഡൽ, ദാറ്റ് ഇസ് ഓൾറെഡി ഡിസ്കസ്ഡ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്ലാർക്ക് വിൽസൺ ഇൻറ്റഗ്രിറ്റി മോഡൽ. ഡേവിഡ് ക്ലാർക്ക് ആൻഡ് ഡേവിഡ് വിൽസൺ 1987 ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത്. ബാക്കിയുള്ള മോഡൽസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ മോഡലിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ബേസിക് ഓപ്പറേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിലെ ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്, അതിൻ്റെ ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കൺസേൺ. ഈ ഓരോ ഓപ്പറേഷൻ അല്ല ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ഇപ്പോൾ കറൻറ്റ്ലി കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരുന്നുവെങ്കിൽ ആ ഓപ്പറേഷൻ കഴിയുമ്പോഴും സിസ്റ്റം അതേ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുന്നു. ലെറ്റ് ഡി ബി ദ എമൗണ്ട് ഓഫ് മണി ഡെപ്പോസിറ്റഡ് സോഫാർ. ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്തേക്കണം. അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഡെപ്പോസിറ്റഡ് ആയ എമൗണ്ടാണ് ഡി എന്ന് പറയുന്നത്. ഇനി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അതേ ഡേയിൽ തന്നെ വിത്ഡ്രോൺ ആയിട്ടുള്ള എമൗണ്ട്. ഇനി വൈ ബി എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേസ് ബാലൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. എമൗണ്ട് ഓഫ് മണി ഇൻ ഓൾ അക്കൗണ്ട്സ് അറ്റ് ദ എൻഡ് ഓഫ് യെസ്റ്റർഡേ. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ബാലൻസ് ആണ് ഈ വൈ ബി. ഇന്ന് ഡെപ്പോസിറ്റഡ് ആയത് ഡി, ഇന്ന് വിത്ഡ്രോൺ ആയത് ഡബ്ല്യു. സോ അക്കൗണ്ടിൽ ബാക്കിയുള്ള എമൗണ്ട് ദാറ്റ് ഈസ് ടി ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് മണി ഇൻ ഓൾ അക്കൗണ്ട് സോ ഫാർ ടുഡേ. അത് നമ്മൾ കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ബാലൻസിൻ്റെ കൂടെ ഇന്ന് ഡെപ്പോസിറ്റ് ചെയ്ത ഡി എന്ന് പറഞ്ഞ എമൗണ്ട് ആഡ് ചെയ്യുക, പിന്നെ വിത്ഡ്രോ ചെയ്ത എമൗണ്ട് റെഡ്യൂസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഡി പ്ലസ് വൈ ബി യെസ്റ്റർഡേസ് ബാലൻസ് മൈനസ് ദ എമൗണ്ട് വിത്ഡ്രോൺ. അതായിരിക്കും നമ്മളുടെ കറൻ്റ്ലി അക്കൗണ്ടിലുള്ള ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കൺസിസ്റ്റൻസി പ്രോപ്പർട്ടി ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഓരോ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ നമ്മളിങ്ങനെ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്തിട്ടായിരിക്കും മുമ്പോട്ടേക്ക് പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ ക്ലാർക്ക് വിൽസൺ മോഡലിൽ ബേസിക് ആയിട്ട് നമ്മൾ കൺസ്ട്രെയിൻസ് ഒരുപാട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുക. ഇനി ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന രണ്ട് ടേംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വെൽ ഫോം ട്രാൻസാക്ഷൻ, സെക്കൻഡ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ ഓഫ് ഡ്യൂട്ടി. ഇനി വെൽ ഫോം ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓപ്പറേഷൻസ് നമ്മളൊരു സീരീസ് ആയിട്ട് ചെയ്യാം. എന്നുവെച്ചാൽ ഫസ്റ്റ് ഒരു ഓപ്പറേഷൻ ചെയ്തു, നെക്സ്റ്റ് അടുത്ത ഓപ്പറേഷൻ ചെയ്തു, അങ്ങനെ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ഓപ്പറേഷൻസിൻ്റെ ഒരു കളക്ഷനിലെ ഇപ്പം 3 ഓപ്പറേഷൻ ആണെങ്കിൽ ആ 3 ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം കറൻ്റ്ലി ഉണ്ടായിരുന്ന ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കണം. അതിൽ നിന്ന് ഇറ്റ് മസ്റ്റ് ട്രാൻസ്ഫോം ടു സം അനദർ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഓപ്പറേഷന് മുമ്പും ഓപ്പറേഷൻ കഴിയുമ്പോഴും സിസ്റ്റം കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കണം. അതാണ് ബേസിക്കലി എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സിനാരിയോ ഒരു ബാങ്ക് ഉപയോഗിച്ച് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ഡെപ്പോസിറ്റർ കുറച്ച് എമൗണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പം ചെയ്യുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറയണം. അതുപോലെ തന്നെ എവിടെയാണോ എത്തേണ്ടത് ആളുടെ അക്കൗണ്ടിൽ ഇത് കൂടണം. സോ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, അപ്പുറത്തത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 ഓപ്പറേഷൻസ് നമുക്ക് ഈ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഓപ്പറേഷൻസ്. ഒന്ന് ഫസ്റ്റ് വൺ ഈസ് ഡെബിറ്റിംഗ് ഫ്രം ദ ഫസ്റ്റ് അക്കൗണ്ട്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റിംഗ് ടു ദ സെക്കൻഡ് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെൽ ഫോം ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇനിയിപ്പോൾ ഓരോ ഓപ്പറേഷൻ മാത്രം കഴിയുമ്പോൾ നമ്മളുടെ ഡേറ്റ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കണം എന്നില്ല. പക്ഷേ വെൽ ഫോം ട്രാൻസാക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റയർ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് കഴിയുമ്പോൾ സിസ്റ്റം കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കണം. അതായത് ഡെബിറ്റിംഗ് കഴിയുമ്പോൾ കൺസിസ്റ്റൻ്റ് ആവില്ല, പക്ഷേ ഡെബിറ്റിംഗ് പ്ലസ് ക്രെഡിറ്റിംഗ് അതും കൂടി കഴിയുമ്പോൾ നെക്സ്റ്റ് റിസൾട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി എ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞു. പിന്നെ സെക്കൻഡ് ഫീച്ചർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ ഓഫ് ഡ്യൂട്ടി. ഇനിയിപ്പോൾ എക്സാമ്പിൾ സിനാരിയോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കമ്പനിയിൽ ഒരു ഇൻവോയ്സ് കിട്ടി, അവരെന്തോ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ആ ഒരു ഇൻവോയ്സിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി എന്തെല്ലാം സ്റ്റെപ്സ് ആണ് വരിക, എങ്ങനെയാണ് നമ്മളതിനെ പ്രോസസ്സിങ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ആരെങ്കിലും ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനുവേണ്ടി എത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടതെന്നുള്ള ഡിറ്റർമിൻ ചെയ്യുക, ആ ഇൻവോയ്സിനെ വാലിഡേറ്റ് ചെയ്യുക, എന്നിട്ട് ഏത് അക്കൗണ്ടിൽ നിന്നാണ് സർവീസിന് വേണ്ടി പേ ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൽ പൈസ ഡിഡക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, എന്നിട്ട് ചെക്ക് എഴുതുക, സൈൻ ചെയ്യുക, എന്നിട്ടത് ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ആർക്കാണോ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ട അവർക്ക് കൊടുക്കുക. ഈ പ്രോസസ്സുകളെല്ലാം ഒരാൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ കോംപ്ലക്സ് ആവും. ഇനി ഇഫ് അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് പീപ്പിൾ പെർഫോം ദീസ് സ്റ്റെപ്സ്, അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം ഒരാൾ ചെയ്യുന്നതിന് പകരം 2 ആൾ ചെയ്യുകയാണെങ്കിൽ ഇവർ 2 പേരും തമ്മിൽ കോൺഫറൻസ് വഴിയാണെങ്കിൽ വേണമെങ്കിൽ കമ്പനി പറ്റിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മോർ ദാൻ 1 പേഴ്സൺ ഒരു പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ ഓഫ് ഡ്യൂട്ടി എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ ഈ ട്രാൻസാക്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റായിട്ടാണെന്നുള്ളത് എൻഷുർ ചെയ്യാൻ കൂടി 3ാമത് ഒരാളെ നമ്മളവിടെ ഉപയോഗിക്കേണ്ടി വരും. സോ പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ ഓഫ് ഡ്യൂട്ടി റിക്വയർസ് ദാറ്റ് ദ സർട്ടിഫയർ ആൻഡ് ദ ഇംപ്ലിമെൻറ്റേഴ്സ് ബി ഡിഫറെൻറ്റ് പീപ്പിൾ. ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തവർ കറക്റ്റായിട്ടാണോ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് സർട്ടിഫയർ എന്ന് പറഞ്ഞത്. സോ ദേ ടു മസ്റ്റ് ബി ഡിഫറെൻറ്റ്. സോ ഇൻ ഓർഡർ ഫോർ എ ട്രാൻസാക്ഷൻ ടു കറപ്റ്റ് ദ ഡേറ്റ, ഈ പറഞ്ഞ 2 കൂട്ടരും സിമിലർ മിസ്റ്റേക്സ് കാണിക്കുക അല്ലെങ്കിൽ 2 പേരും ഒത്തു കളിച്ചാൽ മാത്രം നമുക്ക് അവിടെ ഒരു കറപ്ഷൻ ഉണ്ടാവാനുള്ള സിനാരിയോ ഉള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഫോർമലി നമ്മൾ മോഡൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, അതിലെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സോ മോഡൽ ഡിഫൈൻസ് മെയിൻലി 2 രീതിയിലാണ് ഡേറ്റയെ ഡിഫൈൻ ചെയ്യുക. ഒന്ന് നമ്മൾ CDI എന്ന് പറയും, ഒന്ന് UDI എന്ന് പറയും.
CDI is constrained data item and UDI is unconstrained data item. അപ്പോൾ പേരിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. ഈ CDI എന്ന് പറയുമ്പോൾ കൺസ്ട്രെയിൻ ഡേറ്റ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡേറ്റ സബ്ജക്ട് ടു ഇൻറ്റഗ്രിറ്റി കൺട്രോൾസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ്. അപ്പോൾ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഡേറ്റ എലമെൻസിനെയാണ് നമ്മൾ CDIs ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഇൻറ്റഗ്രിറ്റി കൺട്രോൾസ് ആവശ്യമില്ലാത്തതിനെ നമ്മൾ അൺകൺസ്ട്രെയിൻഡ് ഡേറ്റ ഐറ്റംസ് ആയിട്ടും കൺസിഡർ ചെയ്യും. അപ്പോൾ കൺസ്ട്രെയിൻഡ് ഡേറ്റ ഐറ്റംസും അൺകൺസ്ട്രെയിൻഡ് ഡേറ്റ ഐറ്റംസും. So, ഇതിന് രണ്ടിനെയും കൊണ്ട് കളക്ഷൻ ദാറ്റ് ഇസ് സെറ്റ് ഓഫ് CDIs ആൻഡ് സെറ്റ് ഓഫ് UDIs, പാർട്ടീഷൻ ദ സെറ്റ് ഓഫ് ഓൾ ഡേറ്റ ആൻഡ് സിസ്റ്റം ബീങ് മോഡൽ. ഇപ്പോൾ കറന്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം ഏതാണോ അവിടുത്തെ അതിലുള്ള ഡേറ്റനെ കംപ്ലീറ്റ്ലി ഈ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നുകിൽ UDI ആയിട്ട് അല്ലെങ്കിൽ CDIs ആയിട്ട്. സോ ഇൻ ദ കേസ് ഓഫ് CDIs നമുക്ക് ഒരു സെറ്റ് ഓഫ് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് കൂടി ഡിഫൈൻ ചെയ്യണം. ഈ കൺസ്ട്രെയിൻ ഡേറ്റ ഐറ്റംസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട എന്ത് ക്രൈറ്റീരിയാസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇനി ഈ മോഡലിൽ നമ്മൾ മെയിനായിട്ട് രണ്ട് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യും. ഒന്ന് ഇൻറ്റഗ്രിറ്റി വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ IVP, സെക്കൻഡ് ഈസ് ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ TP. ഇനി ഇൻറ്റഗ്രിറ്റി വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ IVP എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ കൺസ്ട്രെയിൻ ഡേറ്റ ഐറ്റംസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം. അതാണ് ഈ IVP എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിൻ്റെ ടാസ്ക്. സോ ഇറ്റ് ടെസ്റ്റ് ദാറ്റ് CDIs conform to integrity constraints at the time the IVPs are run. ഇനി സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയേഴ്സ് അല്ല TP. നമ്മളെ നോർമൽ ഓപ്പറേഷൻസ് എല്ലാം ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. റീഡിങ്, റൈറ്റിംഗ് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഇല്ല. സോ ഇറ്റ് ചേഞ്ചസ് ദ സ്റ്റേറ്റ് ഓഫ് ഡേറ്റ ഇൻ ദ സിസ്റ്റം ഫ്രം വൺ വാലിഡ് സ്റ്റേറ്റ് ടു അനദർ. അപ്പോൾ ഈ വെൽ ഫോം ട്രാൻസാക്ഷൻ ആണ് ബേസിക്കലി ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയർ ഉപയോഗിച്ച് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഈ ക്ലാർക്ക് വിൽസൺ നമ്മൾ പറഞ്ഞ എലമെന്റ്സ് എല്ലാമാണ് ഇതിൽ കാണുന്നത്. ദിസ് ഇസ് എ യൂസർ. ഇപ്പോൾ യൂസർ ഡീൽ ചെയ്യുന്ന സിസ്റ്റത്തിൽ ഉള്ള രണ്ട് ടൈപ്പ് ഡേറ്റ ഐറ്റംസ് ആണ്. ഒന്ന് അൺകൺസ്ട്രെയിൻഡ് ഡേറ്റ ഐറ്റം ആൻഡ് സെക്കൻഡ് വൺ ഇസ് കൺസ്ട്രെയിൻഡ് ഡേറ്റ ഐറ്റം. ഇനി ഇവർ രണ്ടുപേരുടെയും അപ്ഡേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മോഡിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയേഴ്സ്. ഇത് നമ്മൾ പറഞ്ഞു ഇൻറ്റഗ്രിറ്റി വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. ഈ CDIs കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് IVPs എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് ബാങ്ക് അക്കൗണ്ട്. സോ ഇൻ ദ കേസ് നമ്മളുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൺസ്ട്രെയിൻഡ് ആണ്. അപ്പോൾ ബാക്കി അതിൽ ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു, അതിലേക്ക് എത്ര ഡെപ്പോസിറ്റഡ് ആയി, എത്ര വിത്ഡ്രോൺ ആയി, ഈ വാല്യൂസിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കറൻ്റ് എന്ത് ബാലൻസ് അതിലുണ്ടെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ബാലൻസിന് അക്കൗണ്ട് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ കൺസ്ട്രെയിൻഡ് ഡേറ്റ ഐറ്റം. ഇനി ഈ അക്കൗണ്ട് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊസീജിയർ നമുക്കൊരു IVP ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇടുക, അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുക, അല്ലെങ്കിൽ അക്കൗണ്ടിൽ എമൗണ്ട് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഇതെല്ലാം നമുക്ക് ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ ഡെപ്പോസിറ്റിംഗ് മണി, വിത്ഡ്രോയിങ് മണി ആൻഡ് ട്രാൻസ്ഫറിങ് മണി ബിറ്റ്വീൻ അക്കൗണ്ട്സ്, ഇതെല്ലാം ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ അക്കൗണ്ടിലുള്ള ബാലൻസ് അല്ലെങ്കിൽ എമൗണ്ട് ബാലൻസ്ഡ് ആണ് എന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ IVPൻ്റെ പർപ്പസ്. ഇനി അത് മാത്രമല്ല ഈ ബാങ്കിൽ ഉപയോഗിക്കുന്ന പ്രൊസീജിയേഴ്സ് കൂടി പ്രോപ്പർ ആണെന്ന് സർട്ടിഫൈ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സർട്ടിഫയർ കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അക്കൗണ്ട് ബാലൻസ്ഡ് ആണോ, അല്ലെങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കറക്റ്റായിട്ടാണോ ക്രെഡിറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വിത്ഡ്രോൺ എമൗണ്ട് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടോ എന്നെല്ലാം എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ബാങ്ക് എക്സാമിനർ കൂടി അവിടെ ഇൻവോൾവ് ആയിരിക്കണം. ഇനി മോഡലിൻ്റെ ബേസിസ് ആയിട്ട് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ റൂൾസ് ആണ്. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സിനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് 5 സർട്ടിഫിക്കേഷൻ റൂൾസും 4 എൻഫോഴ്സ്മെൻറ്റ് റൂൾസുമാണ് ഈ മോഡലിൽ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ കോർ പോർട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് UDI എന്താണ്, CDI എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് IVP ആൻഡ് നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫോർമേഷൻ പ്രൊസീജിയേഴ്സ്. നെക്സ്റ്റ് വരുന്ന പാർട്ടാണ് റൂൾസ്. അപ്പോൾ 5 സർട്ടിഫിക്കേഷൻ റൂൾസ് ആൻഡ് 4 എൻഫോഴ്സ്മെൻറ്റ് റൂൾസ്.